ഫറദ് നിസ്കാരം ഖളാ ആയ ഒരു വ്യക്തി, അയാൾക്ക് സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണല്ലോ. റമദാനിൽ എല്ലാവരും തറാവി നിസ്കരിക്കും. പല ആളുകളുടെയും നിസ്കാരം എന്ത് ചെയ്തിട്ടുണ്ടാവും? ഖളാ ആയിട്ടുണ്ടാകും. ഫറദ് നിസ്കാരം ഖളാ ആയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്ക് തറാവി നിസ്കരിക്കാൻ പറ്റുമോ? ഫറളായ നിസ്കാരം ഖളാ ഉള്ള വ്യക്തിക്ക് തറാവി നിസ്കരിക്കാൻ പറ്റുമെന്നാണ് ചുരുക്കം. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഫറളായ നിസ്കാരം ഖളാ ആയത് കാരണമില്ലാതെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയമം ഒന്ന് വേറെയും കാരണത്തോടു കൂടിയാണ് നിയമം ഒന്ന് വേറെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം, ഉറക്ക് മറവി, ഇതാണ് കാരണം. അപ്പോൾ ഒരാൾ ഒരു 3 മണിക്ക് ഉറങ്ങിപ്പോയി, അദ്ദേഹം വെറുതെ കിടന്നപ്പോൾ അങ്ങോട്ട് ഉറങ്ങിപ്പോയി, പിന്നെ മഗ്‌രിബ് ആയതിനു ശേഷമാണ് ഉണരുന്നത്. ഇപ്പം അസ്ർ ഫുൾ ഉറക്കിലായിപ്പോയി. ഇത് കാരണത്തോടു കൂടി നഷ്ടപ്പെട്ട നിസ്കാരമാണ്. അല്ലെങ്കിൽ 3 മണിക്ക് അയാൾ കിടക്കുമ്പോൾ അലാറം വെച്ചു, ഒരു 4:30 5 മണിക്ക് എണീക്കണം, അല്ലെങ്കിൽ വിളിക്കാൻ ഒരാളെ ഏൽപ്പിച്ചു, ഇങ്ങനെയൊക്കെ അയാൾ ഉറങ്ങി. എന്നിട്ട് പൂർണ്ണമായി ആ സമയത്തിൽ അങ്ങോട്ട് ഉറങ്ങി അടുത്ത സമയമായതിനു ശേഷമാണ് ഉണരുന്നതെങ്കിൽ ഇതിപ്പോൾ കാരണത്തോടു കൂടി നഷ്ടപ്പെട്ട നിസ്കാരത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇങ്ങനെ നഷ്ടപ്പെട്ട നിസ്കാരമാണെങ്കിൽ അദ്ദേഹം മരിക്കുന്നതിൻ്റെ അടുത്ത് ഖളാ കൂട്ടിയാൽ മതി. അത്തരം വ്യക്തികൾക്ക് സുന്നത്ത് നിസ്കരിക്കുന്നതിനോ മറ്റൊന്നും യാതൊരു തടസ്സവും ഇല്ല. എങ്കിലും അദ്ദേഹത്തിനും വേഗത്തിൽ ഖളാ വിട്ടലാണ് നല്ലത്. കാരണം മരണം എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. വേഗം ഖളാ വിട്ടൽ തന്നെയാണ് സുന്നത്ത് ഉത്തമം. അതേസമയം ഇങ്ങനത്തെ കാരണമില്ലാതെ ജോലിക്ക് പോയിട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിൻ്റെ പേരിലോ അല്ലെങ്കിൽ വെറുതെ അലസമായിട്ടോ നിസ്കാരം ഖളാക്കി, അല്ലെങ്കിൽ യാത്രകളിലും പലരും നിസ്കാരം ഖളാക്കും. ഒരു ആലിമിനോട് ബന്ധപ്പെട്ട് ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ നിസ്കരിക്കാമെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായി നിസ്കരിക്കാൻ പറ്റുന്ന രീതിയുണ്ട്. നമ്മൾ പല ദുന്യവിയായ കാര്യങ്ങളും അതിൻ്റെ വിദഗ്ധരോട് ചോദിച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആലിമ്യങ്ങളെ കണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കാവുന്ന സംഗതിയുള്ളൂ ബസ്സിലും ട്രെയിനിലും നിസ്കരിക്കുന്ന രീതി. അപ്പോൾ അത്തരം സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കാതെ നിസ്കാരം ഖളാക്കിയാൽ അത് വലിയ തെറ്റാണ്. അതോടുകൂടി എത്രയും വേഗം ഖളാ വിട്ടണം. അദ്ദേഹത്തിൻ്റെ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ഭാര്യ മക്കളുടെ ചെലവ് കൊടുക്കാൻ ആവശ്യമായ അധ്വാനം, അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിക്കുക, വിസർജനം, അനിവാര്യമായ ഉറക്ക്, ഇതൊക്കെ മാറ്റിവെച്ച് ബാക്കി സമയം മുഴുവൻ ഖളാ വിട്ടാൻ വിനിയോഗിക്കണം. അപ്പോൾ അദ്ദേഹം വെറുതെ ഇരിക്കൽ തെറ്റാണ്. മൊബൈലിൽ വയലുകൾ, അനിവാര്യതയില്ലാത്ത വയലുകൾ അയക്കുന്നതോ ഫർളായ അതിനായ കാര്യം പഠിക്കാനാണെങ്കിൽ കേൾക്കേണ്ടി വരും. ഇതല്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം കേൾക്കൽ തെറ്റാണ്, പാട്ട് കേൾക്കൽ തെറ്റാണ്, വെറുതെ ഇരിക്കലൊക്കെ തെറ്റാണ്. അക്കൂട്ടത്തിൽ സുന്നത്ത് നിസ്കരിക്കലും തെറ്റാണ്. അല്ലാതെ സുന്നത്ത് നിസ്കാരം മാത്രം അങ്ങോട്ട് പ്രശ്നമാകുന്നതല്ല. കാരണം ആ സുന്നത്ത് നിസ്കരിക്കേണ്ട സമയവും കൂടെ അദ്ദേഹം ഖളാ വിട്ടാനാണ് ഉപയോഗിക്കേണ്ടത്. അക്കൂട്ടത്തിൽ തറാവി നിസ്കാരവും അദ്ദേഹത്തിന് ഈ ഒരു ഖളാ വിട്ടുന്നില്ല എന്ന കാരണം കൊണ്ട് തെറ്റായി മാറും. ആ നിസ്കാരം ശരിയാകും, തറാവി ശരിയാകും, എങ്കിലും തെറ്റായി മാറും. അപ്പോൾ അദ്ദേഹം ചെയ്യേണ്ടത്, ഇത്തരം ആളുകൾ ചെയ്യേണ്ടത്, ആ തറാവി നിസ്കരിക്കുന്ന സമയവും കൂടെ ഖളാ വിട്ടാനാണ് ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ പറയുമ്പോൾ ഒരു വിഷയമുണ്ട്. ചില ആളുകൾക്ക് പള്ളിയിലെ ജമാഅത്തൊക്കെ നടക്കുമ്പോൾ തറാവി നിസ്കരിക്കാൻ ആവേശം ഉണ്ടാകും. ആ സമയത്ത് ഖളാ വിട്ടണം എന്ന് പറഞ്ഞാൽ അതിന് ജനങ്ങൾ മുതിരുകയും ചെയ്യില്ല. ഇങ്ങനെയാണ് എന്ത് ചെയ്യണം? അദ്ദേഹം ദീനിനോട് കൂടുതൽ കൂറ് പുലർത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഈ മാനസിക പ്രവണത മാറ്റിവെച്ച് അദ്ദേഹം ഖളാ വിട്ടുക തന്നെയാണ് വേണ്ടത്. എങ്കിലും ഒരു വ്യക്തി ഖളാ വീട്ടൂല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തറാവി നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടതില്ല. അങ്ങനെ ആകുമ്പോൾ അദ്ദേഹത്തിന് ഫർളും ഇല്ല, സുന്നത്തും ഇല്ല, ഒന്നുമില്ല. മറ്റേത് സുന്നത്ത് നിസ്കരിച്ചതിൻ്റെ ഒരു പരിഗണന അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് ചില ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം അല്ലാമ ഷാലിയാത്തി റഹിമഹുല്ലയോട് വന്നപ്പോൾ അവിടുത്തെ ഫത്താവുൽ അസ്ഹരിയിൽ കൊടുത്ത മറുപടി, ഫതുഹുൽ മുഈനൊക്കെ പറഞ്ഞ പോലെ ഖളാ വിട്ടുകയാണ് വേണ്ടത്, സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണെന്ന് പറഞ്ഞതിന് ശേഷം പറയാണ്, എനിക്ക് ഫർള് ഖളാ വിട്ടാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുന്നത്തും ഇല്ല ഫർളും ഇല്ല, രണ്ടും ഇല്ലാണ്ട് അയാൾ പൂർണ്ണ നഷ്ടത്തിലാകുന്നതിനേക്കാൾ നല്ലത് അത്തരം ആളുകളോട് സുന്നത്തെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ആകുന്നത്ര പരമാവധി ഖളാ ഒഴിവ് വേളകളിൽ വീട്ടാൻ നിർദ്ദേശിക്കുകയാണ് വേണ്ടത്. കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെയായി പോകും. അപ്പോൾ ഒരാൾ ഖളാ വീട്ടൂല എന്ന് ഉറച്ച തീരുമാനമാണെങ്കിൽ അദ്ദേഹം തറാവി നിസ്കരിച്ചോട്ടെ, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഇതാണ് അതിൻ്റെ ഒരു ആകത്തുക. എങ്കിലും അദ്ദേഹത്തിന് ഖളാ വീട്ടാൻ തന്നെ മാറി നിൽക്കലാണ് ഏറ്റവും നല്ലതും അഭികാമ്യം അത് തന്നെയാണ്. കാരണം ഖളാ വീട്ടൽ കൊടുക്കാനുള്ളൊരു കടമാണ്. ഇത് സ്വതക്ക ചെയ്യണ പോലെയാണ് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത്. കടം വീട്ടാൻ 10,000 ഉണ്ടായിട്ട് നമ്മൾ 100 രൂപ സ്വതക്ക ചെയ്യല്ല വേണ്ടത്, ആ 100 കൂടെ കടം വീട്ടാനാണ് ഉപയോഗിക്കേണ്ടത്. ഒരു പള്ളിയിൽ തറാവി നിസ്കാരങ്ങൾ നടക്കണ്ടേ, ജമാഅത്തായിട്ടാണ് നിസ്കാരം നടക്കുന്നത്. ഇപ്പോൾ ഒരാൾ ബാക്കിൽ വന്നാണ്ട് തുടർന്ന് നിസ്കരിച്ചു. ഇയാളെ സുബഹി കുറേ എന്ത് ചെയ്തിട്ടുണ്ട്? ഖളാ ആയിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്ക് ഈ സുന്നത്ത് തറാവി എന്ന് പറഞ്ഞാൽ ഒരു സുന്നത്ത് നിസ്കാരമാണല്ലോ,
തറാവി എന്ന ഈ സുന്നത്ത് നിസ്കാരത്തിന്റെ തറാവി നിസ്കരിക്കുന്ന ഈ ഇമാമിന്റെ പിറകിലായിട്ട് ഇയാൾക്ക് സുബി നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. തറാവീഹ് ആണെങ്കിൽ അല്ലെങ്കിലും സുന്നത്ത് നിസ്കരിക്കുന്നവന്റെ ബാക്കിൽ ഫർള് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അതിന് മറുപടി മയ്യത്ത് നിസ്കരിക്കുന്നതിന്റെ ബാക്കിൽ ളുഹറും അസ്റും അങ്ങനത്തെ സാധാ നിസ്കാരങ്ങൾ പറ്റൂല. അല്ലാത്ത രൂപത്തിലൊരുപോലെയുള്ള നമ്മളെ സാധാ സുബ്ഹ് നിസ്കാരമാണ് അല്ലെങ്കിൽ ളുഹറാണ്. ഈ ളുഹറിനെ ഏതോ ഒരാൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്. ളുഹറിന്റെ മുമ്പോ ശേഷം 2 റക്അത്ത് നിസ്കരിക്കുന്നവന്റെ പിറകിൽ പോയി ളുഹർ എന്ന ഫർള് നിസ്കാരം ഒരാൾ നിസ്കരിച്ചാലും ആ ജമാഅത്ത് ശരിയാകും, തെറ്റൊന്നും ഇല്ല. പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അങ്ങനെ ചെയ്യൽ ഖിലാഫുൽ ഔലയാണ്. ബോധപൂർവം ചെയ്യൽ ഖിലാഫുൽ ഔലയാണ്, നല്ലതല്ല, ഉത്തമ വിരുദ്ധമാണ്. എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്ക് നിസ്കരിക്കലാണെന്ന് അർത്ഥം. അപ്പോൾ ആ രൂപത്തിൽ വരുമ്പോൾ പള്ളിയിൽ ഉസ്താദ് തറാവീഹ് നിസ്കരിക്കുകയാണ്. അപ്പോൾ ഒരുത്തനക്ക് സുബ്ഹ് ഖളാ ഉണ്ട്. ആ വ്യക്തി സുബ്ഹ് കരുതിയിട്ട് ഇമാമിൻ്റെ ബാക്കിൽ നിസ്കരിച്ചാൽ യാതൊരു തെറ്റുമില്ല, ഖിലാഫുൽ ഔലയാണ്, ഉത്തമ വിരുദ്ധമായ കാര്യമാണ്. അദ്ദേഹത്തിന് നല്ലത് ആ ജമാഅത്തിൽ കൂടെ അപ്പുറത്തുനിന്ന് മാറി നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. എങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഒരു അലസനായ വ്യക്തി, അലസൻ എന്നൊരാളെ കുറ്റപ്പെടുത്തല്ല, ഒരാൾക്ക് സ്വാഭാവികമായൊരു മടി, വേറെ പോയിട്ട് നിസ്കരിക്കാൻ ഭയങ്കര ഒരു മടി, ആലസ്യം, അദ്ദേഹത്തിന് നിസ്കരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അദ്ദേഹം 2 റക്അത്ത് നിസ്കരിച്ച് പിന്നെ മൊബൈൽ നോക്കിയിരിക്കും, അല്ലെങ്കിൽ വെറുതെ ഇരിക്കും, അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ ആഖിറത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഗുണം കിട്ടൽ ഏതാണ്? ഈ ജമാഅത്തിൽ കൂടലാണ്. അങ്ങനെ ആകുമ്പോൾ മറ്റുള്ളവരെ കൂടിയാകുമ്പോൾ മടിയില്ലാതെ അങ്ങ് നിസ്കരിക്കും. അപ്പോൾ ജമാഅത്ത് കൂടിയത് അത്ര ശരിയല്ലാത്ത പരിപാടിയാണെങ്കിലും അദ്ദേഹത്തിന് ഒരു തറാവീഹ് കഴിയുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ 20 റക്അത്ത് തറാവീഹ് കഴിയുമ്പോഴേക്ക് 10 സുബ്ഹ് ഖളാ കൂടി കിട്ടും.